ഹായ് വെൽക്കം ടു ലോജിസ്റ്റിക്സ്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് PSCയിൽ നമുക്കറിയാം, നമ്മൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അറിയത്തില്ലാത്ത എന്ത് ചെയ്യും, ഗസ് അടിച്ച് ഇതായിരിക്കും ശരി എന്ന് പറഞ്ഞ് കൊടുക്കും. കാരണം എന്താണ്, നമുക്ക് റാങ്ക് കിട്ടണമെങ്കിൽ നമ്മൾ അറിയാത്ത ക്വസ്റ്റ്യൻസും ഇത്ര നിശ്ചിതമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരിക്കണം. അതൊരു നമുക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ നമ്മൾ ചെയ്തെന്താണ്, അതിൽ താഴെയായിരിക്കും. അപ്പോൾ റാങ്ക് കിട്ടണമെങ്കിൽ നമ്മൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ എല്ലായ്പ്പോഴും നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിപ്പിച്ചു തരുന്നത്. PSC ഓൾറെഡി ഇട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളിത് ഡേ 1 ആണ്. ഇനിയും വീഡിയോസ് വരുന്നതാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ ഒരു ചോദ്യം നോക്കിയേ, ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായ ജോഡി കണ്ടെത്തുകയാണ്. അപ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് ലൈനിൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത് ഫാക്റ്റാണ്, നമുക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നൽ നമുക്കറിയത്തില്ല, നമ്മളിങ്ങ് വിട്ടുപോകും. അതാണല്ലോ പതിവ്. പക്ഷേ നമുക്ക് PSC എപ്പോഴും ഒരു ലോജിക്കലി ചിന്തിക്കാവുന്ന എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ കണ്ടെത്തുകയാണ്, നമുക്ക് വളരെ പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കാം. ആദ്യം എഴുതിയിരിക്കുന്ന അരുവിപ്പുറം പ്രതിഷ്ഠ എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടാമത് ടാഗോറിൻ്റെ സന്ദർശനം. 3 ഗാന്ധിജിയുടെ സന്ദർശനം. 4 ഗുരുവിൻ്റെ സമാധി എന്നും പറയുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ആലോചിച്ചൊക്കെ, ഈ 3 ഓപ്ഷൻ കഴിഞ്ഞ് 4-മത്തേലോട്ട് വന്നപ്പോൾ ഗുരുവിൻ്റെ സമാധി എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഒരെണ്ണം ചിന്തിക്കാൻ പറ്റും. ഒരാളുടെ ലൈഫിൽ അവസാനമായിട്ട് നടക്കുന്ന സംഭവം എന്താണ്? അയാളുടെ മരണമാണ് ആണല്ലോ. അപ്പോൾ ഈ തന്നിരിക്കുന്ന വർഷങ്ങളിൽ ഏറ്റവും അവസാനമായിരിക്കുമല്ലോ അത് നടന്നിരിക്കുന്നത് ആണല്ലോ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് ഏറ്റവും അവസാനത്തെ വർഷം ഏത്? 1928ആണ്. അപ്പം 4 നമുക്ക് എന്താണ്, B എന്നുള്ളൊരു ഓപ്ഷൻ്റെ അകത്തോട്ട് ചേർക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 4B ആയിട്ട് വരുന്ന ഒരൊറ്റ ഓപ്ഷനെ ആൻസറിൻ്റെ അകത്തുള്ളൂ. അതേത് മക്കളെ? C ആണ്. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ ഫാക്റ്റുകളൊന്നും അറിയത്തില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. ഇങ്ങനെ നമുക്ക് മിക്ക ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ലോജിക്കൽ ആൻസറിങ്. ഓക്കെ, ഈ ഒരു ചോദ്യം നോക്കിയേ. ഇത് ഈ കഴിഞ്ഞ 10th പ്രിലിംസിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തതേത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം മതസ്വാതന്ത്ര്യത്തിൽ പെടുന്നതൊക്കെ എന്താണ്? ഉത്തരങ്ങളല്ല. അത് മനസ്സിൽ വെച്ചേക്കണം. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കത് യുക്തിപരമായിട്ട് കാണുമ്പോൾ തന്നെ അറിയാം അതൊരു മതസ്വാതന്ത്ര്യമാണ്. അതിനുള്ള ഓപ്ഷൻ്റെ അകത്ത് എന്ത് ചെയ്യുക, ഉത്തരത്തിനകത്ത് തന്നിട്ടുമില്ല. അപ്പോൾ ഒന്നും നമുക്ക് ആലോചിക്കുക പോലും ചെയ്യേണ്ട, അത് വിട്ടുകളയാം. അടുത്ത 2 നോക്കിയേ. മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം പള്ളി അമ്പലങ്ങളൊക്കെ വെക്കാനുള്ള സ്വാതന്ത്ര്യം എന്നാണ് അത് പറഞ്ഞേക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും നമുക്ക് യുക്തിപരമായിട്ട് ആലോചിക്കുമ്പോൾ തന്നെ ഒന്നും അതിൻ്റെ അകത്ത് കൂടുതൽ ആലോചിക്കാനില്ല. അതെന്താണ്, ഒരു മതസ്വാതന്ത്ര്യമാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ നമുക്കത് വെട്ടിക്കളയാം. അടുത്ത നോക്കിയാൽ 3-മത്തെ, ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ മതം പാടില്ല, ഒരു മതത്തെ മാത്രം പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ പാടില്ല എന്നറിയാം. കാരണം നമ്മളൊരു ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, പ്രോത്സാഹിപ്പിക്കുന്ന മതങ്ങളെ. അപ്പം ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കിയാൽ 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ. അപ്പം മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ അത് ഇല്ല എന്നും ആ വകുപ്പുകളിൽ പറഞ്ഞിട്ടുണ്ടാകത്തില്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഇത് ഈ വകുപ്പിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും കൂടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്നാണെങ്കിലും ആ ഭരണഘടനയിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൊരു കാര്യമല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 3 വരുന്ന ഓപ്ഷൻസ് നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. നമുക്ക് ഓപ്ഷൻ D എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് ഓപ്ഷൻ D, അതായത് 4-മത്തെ ആൻസറും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. നമുക്കിത് ആദ്യം ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എടാ ഇതും മതസ്വാതന്ത്ര്യം അല്ലേ എന്ന് നമുക്കൊന്ന് തോന്നും. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് മതന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, പല പല ന്യൂനപക്ഷങ്ങളുണ്ട്. ഭാഷാ ന്യൂനപക്ഷങ്ങളുണ്ട്, വർഗ്ഗങ്ങളുടെ, അങ്ങനെ കുറേ ന്യൂനപക്ഷങ്ങൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് മതസ്വാതന്ത്ര്യം എന്നുള്ള ഒരു ഇതിനകത്ത് നമുക്ക് പെടുത്താൻ പറ്റത്തില്ല. അത് തന്നെയല്ല ലോജിക്കലി നമുക്ക് ഏതാണ് ഓപ്ഷൻ ആൻസർ D എന്നുമാണ് കിട്ടിയിരിക്കുന്നത്. ഇത്ര സിമ്പിളാണ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യനാണ്. 5821 എത്ര നൂറുകളുണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം 100 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സീറോസാണ് 100 അപ്പം 2, അതായത് പുറകിൽ നിന്ന് 2 അക്കങ്ങൾ വെട്ടി അങ്ങ് കളയണം. അപ്പോൾ നമ്മുടെ ആൻസർ 58. എങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5821/100 എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടാണ് ആൻസറിലെത്തുന്നത്. നമുക്കറിയാം 100 കൊണ്ട് ഹരിക്കണം എന്ത് ചെയ്യാൻ മതി, 2 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. അപ്പോൾ 58.21 കിട്ടും.
അപ്പോൾ നമുക്ക് ദശാംശം കഴിഞ്ഞുള്ള നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡി എന്ന് പറഞ്ഞ് ആൻസർ കിട്ടാം. അപ്പോൾ ഏത് സംഖ്യ ആണെങ്കിലും, ഇപ്പോൾ എത്ര വലിയ സംഖ്യ ആണെങ്കിലും അതിനകത്ത് 100 എത്ര വട്ടം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് സ്ഥാനം അങ്ങ് വെട്ടിക്കളയും. അത്ര മാത്രം ചെയ്താൽ മതി. 1000 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? 3 സ്ഥാനം നിങ്ങൾ വെട്ടിക്കളയും. ഓക്കെ, അപ്പം നമ്മളതങ്ങ് പഠിച്ചു മാറി.